ഇപ്പോഴെങ്കിലും അതിന് തയ്യാറാകുന്നുണ്ടെങ്കിൽ വളരെ നല്ലത്. ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചാൽ മതി കേട്ടോ, ഈ ഏറ്റവും വലിയ സംവാദത്തിന്റെ സ്ഥലം അസംബ്ലിയാണ്. അസംബ്ലി സാധാരണ തെരഞ്ഞെടുപ്പിന്റെ തൊട്ട് മുൻപുള്ള അസംബ്ലി എന്ന് പറഞ്ഞാൽ ഈ ഭരണപക്ഷത്തെ അങ്ങനെ എരിവരി കൊള്ളിക്കും. പ്രതിപക്ഷമായാലും കാരണം തെരഞ്ഞെടുപ്പിലേക്ക് കൂടി. കഴിഞ്ഞ അസംബ്ലിയിൽ എന്താണ്ട്, കഴിഞ്ഞ അസംബ്ലിയിൽ ആദ്യഘട്ടം നയപ്രഖ്യാപന പ്രശ്നത്തെക്കുറിച്ചുള്ള ചർച്ച ചെയ്തു. 3 ദിവസം ചർച്ച ചെയ്തു. 2 ദിവസം പ്രതിപക്ഷം ബഹിഷ്കരിച്ചു. 1 ദിവസം കാട്ടിക്കൂട്ടി കടമ്പത്തിരുന്നു പോയി. പിറ്റത്തെ 3 ദിവസം ബജറ്റിനെ കുറിച്ചുള്ള ചർച്ച ചെയ്തു. ആ ചർച്ചയിൽ അവരുണ്ടായില്ല, ബഹിഷ്കരിച്ചു. യഥാർത്ഥത്തിൽ ഗവൺമെന്റിനെ കുറിച്ച് വലിയ വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ അത് ഉന്നയിക്കാനുള്ള അവസരമില്ല. ഇനി ഇത് മാത്രമല്ല, അത്തരമൊരു സഭാ സമ്മേളനമാകുമ്പോൾ നമ്മുടെ ഗവൺമെന്റിന്റെ കൊള്ളരുതായ്മകളുണ്ടെങ്കിൽ അത് ഏറ്റവും കൂടുതൽ പുറത്തുകൊണ്ടുവരും. മന്ത്രിമാരുടെ അഴിമതി അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഭയങ്കരമായിട്ട് ഉന്നയിക്കണം. ഒന്നും ഉന്നയിച്ചില്ല, ഒന്നും ഉന്നയിക്കാനില്ല. പിന്നെ അടിയന്തര ഭൂമി, ഒരടിയന്തര ഭൂമി അവതരിപ്പിച്ചില്ല. ഇതൊക്കെ നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. ഇനി ഒരു തെരഞ്ഞെടുപ്പിലേക്കൊക്കെ പോകുമ്പോൾ ഗവൺമെന്റിനെതിരെ ഒരു കുറ്റവിചാരണ നടത്താൻ പ്രതിപക്ഷം തയ്യാറാകും. ഏത് പ്രതിപക്ഷമായാലും അതിനകത്ത് ഏറ്റവും പറ്റിയ മാർഗം അവിശ്വാസ പ്രമേയം കൊണ്ടുവരില്ല. അവിശ്വാസം പാസ്സാവുമെന്ന് പറഞ്ഞില്ല, നല്ലതുപോലെ ഗവൺമെന്റിനെതിരെ പറയാം. അതായത് പലതും ചെയ്തു. അപ്പൊ ഇതിൽ നിന്നെല്ലാം ഒളിച്ചുകൊടുന്നത് ചെയ്യാറുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ്? സഭാതലത്തിൽ പറഞ്ഞാൽ ആ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി കിട്ടും. ആ മറുപടി താങ്ങാൻ അവർക്ക് കഴിയില്ല. എന്തെങ്കിലും ഇവിടെ പറയാം, ഇപ്പോൾ പ്രചരിപ്പിക്കുന്നത് പോലും നുണയും അവിടെ അങ്ങനെ പറയാൻ പറ്റില്ല. പറഞ്ഞാൽ നേരേക്ക് പോയി മറുപടി കിട്ടും. അപ്പൊ അതിൽ നിന്ന് ഒളിച്ചുകൂടാനുണ്ടായി. ഇതാണ് നമ്മുടെ കേരളത്തിലെ പ്രതിപക്ഷം സ്വീകരിച്ചത്. ഇപ്പോ കേരളത്തില് എല്ലാ ദിവസവും കേരളത്തിന്റെ കഴിഞ്ഞ പതിറ്റാണ്ടിലുണ്ടായ വികസനത്തിന്റെ ചില കാര്യങ്ങൾ അതാണ് പത്രസമ്മേളനങ്ങളിൽ പറഞ്ഞു കൊടുത്തത്. സാധാരണഗതിയിൽ അദ്ദേഹം അത് ശ്രദ്ധിക്കുന്നുണ്ട്. അതിനെന്തെങ്കിലും മറുപടി അദ്ദേഹം ഇതേപോലെ പറഞ്ഞിട്ടില്ല. അത്തരം കാര്യങ്ങൾ ഇപ്പോഴും അതിന് തയ്യാറാകുന്നത് നല്ലത് തന്നെയാണ്. ആദ്യം കേരളത്തിന്റെ വികസനത്തിൽ നിന്ന് പങ്കുവഹിച്ചു. ഈ 10 വർഷം നാടിന്റെ വികസന കാര്യങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ആരോഗ്യകരമായ സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാന പ്രശ്നം നമ്മുടെ നാടിന് അർഹതപ്പെട്ടത് കേന്ദ്രം നിഷേധിക്കുന്നു. അങ്ങനെ നിഷേധിക്കുമ്പോൾ കേരളം എന്ന് പറഞ്ഞാൽ UDF 2018 മഹാപ്രളയം. ആ 18 നോക്കിയാൽ 2 വർഷം മുൻപ് കേരളത്തിൽ അധികാരത്തിൽ നിന്നില്ല. 16 വരെ മാറി മാറി അധികാരത്തിൽ നിന്നില്ല. അപ്പോൾ സാധാരണഗതിയിൽ അവര് ഇതുമായി ബന്ധപ്പെട്ട് കേരളത്തെ അവഗണിക്കുക, കേരളത്തിൽ അർഹതപ്പെടുന്നത് നിഷേധിക്കുക എന്നൊക്കെ വരുമ്പോൾ കേരളത്തിന് വേണ്ടി ശബ്ദമുയർത്തി കേന്ദ്ര ഗവൺമെന്റിനെതിരെ പാർലമെന്റിൽ നിരനിരയായിരിക്കുന്ന UDF MPമാരുണ്ട്. ആരെങ്കിലും സംസാരിച്ചു? മാത്രമല്ല, ഞങ്ങള് UDF-നോട് ആവശ്യപ്പെട്ടു. ഇത് കേരളത്തിന്റെ പൊതുവായ പ്രശ്നമാണല്ലോ, ഞങ്ങളൊരു പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്, പ്രക്ഷോഭം നടത്താൻ പോകുന്നുണ്ട്, നിങ്ങൾ കൂടി സഹകരിക്കണം. ഞങ്ങളില്ല എന്നല്ലേ സമീപം. ഇത് LDF-ന്റെ വിഷയമല്ല, നാടിന്റെ വിഷയമാണ്. എന്തുകൊണ്ടാണ് അതിൽ സഹകരിക്കാൻ തയ്യാറാകാത്തത്? അത്തരം ഘട്ടത്തിലും പാർലമെന്റിനകത്ത് UDF MPമാർ സംസാരിക്കുമ്പോൾ അവർ ചെയ്തത് ഗവൺമെന്റിനെ ന്യായീകരിക്കലായിരുന്നു. കേന്ദ്ര ഗവൺമെന്റ് കേരള ഗവൺമെന്റിനെ കുറ്റപ്പെടുത്തുകയും കേരളത്തെ ആക്ഷേപിക്കുകയും ചെയ്യുക, കേന്ദ്ര ഗവൺമെന്റ് ന്യായീകരിക്കുക, ഇതല്ലേ ചെയ്തു.